സംസ്ഥാനങ്ങളുമായും ടെറിട്ടറികളുമായും $25 ബില്യൺ സുപ്രധാന ആരോഗ്യ കരാറിൽ ഒപ്പുവെച്ച പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ്. പൊതു ആശുപത്രികൾക്കുള്ള 5 വർഷത്തെ ഫണ്ടിംഗ് കരാറിൽ എത്തിച്ചേരുന്നതിനായി ദേശീയ മന്ത്രിസഭാ യോഗം ചേർന്നു. ചിന്നു ജെറാൾഡ് തയ്യാറാക്കിയ റിപ്പോർട്ടൊന്ന് കണ്ടുവരാം. പ്രധാനമന്ത്രി ആന്റണി ആൽബനീസിയും സംസ്ഥാന സെക്രട്ടറി നേതാക്കളും ചേർന്ന് $25 ബില്യൺ ആരോഗ്യ സംരക്ഷണ കരാറിൽ ഒപ്പുവെച്ചു. ആശുപത്രി ഫണ്ടിങ്ങിന് വലിയ ഉത്തേജനം നൽകുന്ന ഈ 5 വർഷത്തെ കരാർ 2025 ജൂണിൽ അവസാനിക്കുന്ന നിലവിലെ കരാറിന് പകരമായി വരും. കോമൺവെൽത്ത് സർക്കാരിന്റെ ആശുപത്രി ധനസഹായ വിഹിതത്തിൽ 30% നിന്ന് 45%ലേക്കാണ് വർധനവ് വരുത്തിയിട്ടുള്ളത്. 5 വർഷത്തെ കരാർ അവസാനിക്കുമ്പോൾ ഇത് 50% ഉയർത്താനും ധാരണയായിട്ടുണ്ട്. ആശുപത്രി ഫണ്ടിങ്ങിനുണ്ടായിരുന്ന 6.5% വളർച്ചാ പരിധി നീക്കം ചെയ്തു എന്നതും ഈ കരാറിന്റെ പ്രധാന സവിശേഷതയാണ്. ഇത് സംസ്ഥാനങ്ങൾക്കും ടെറിട്ടറികൾക്കും അവരുടെ ആരോഗ്യ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് കൂടുതൽ സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകും. പുതിയ കരാർ പ്രാഥമികമായി ഊന്നൽ നൽകുന്നത് പൊതുജനാരോഗ്യ സേവനങ്ങളിൽ കൂടുതൽ നിക്ഷേപം നടത്താനും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും GP-മാരെയും എളുപ്പത്തിൽ സമീപിക്കാനുള്ള അവസരങ്ങൾ വർദ്ധിപ്പിക്കാനുമാണ്. അതുവഴി അത്യാഹിത വിഭാഗങ്ങളിലെ തിരക്ക് കുറയ്ക്കാനും ഇത് സഹായിക്കും. വെർച്വൽ കെയർ, വയോജന പരിചരണം എന്നിവയും ഈ കരാറിന്റെ ഭാഗമായി ശക്തിപ്പെടുത്തും. പ്രധാനമന്ത്രി ആൽബനീസി ഈ കരാറിനെ ചരിത്രപരം എന്ന് വിശേഷിപ്പിക്കുകയും ജീവിത ചെലവ് കുറയ്ക്കുന്നതിൽ ഇത് വലിയ പങ്ക് വഹിക്കുമെന്നും അഭിപ്രായപ്പെട്ടു. ന്യൂ സൗത്ത് വെയിൽസ്, വിക്ടോറിയ, ക്വീൻസ്ലൻഡ്, വെസ്റ്റേൺ ഓസ്ട്രേലിയൻ പ്രീമിയർമാരും ഈ കരാറിനെ സ്വാഗതം ചെയ്തു. ഇത് സംസ്ഥാനങ്ങൾക്ക് വലിയ നേട്ടമാണെന്നും ആരോഗ്യ സംവിധാനത്തിന് സുപ്രധാനമായ ഉത്തേജനം നൽകുമെന്നും അവർ വ്യക്തമാക്കി. ഈ കരാർ ഓസ്ട്രേലിയയുടെ ആരോഗ്യ മേഖല നേരിടുന്ന വെല്ലുവിളികൾക്ക് ഒരു പരിഹാരമാകുമെന്നും ജനങ്ങൾക്ക് മികച്ച ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഗുണമേന്മയുള്ളതും താങ്ങാനാവുന്നതുമായ ആരോഗ്യ സേവനങ്ങൾ ഉറപ്പാക്കാനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പായാണ് ഈ കരാറിനെ വിലയിരുത്തുന്നത്. ഓസ്ട്രേലിയയിൽ നിന്നും 24-ന് വേണ്ടി ചിന്നു ജെറാൾഡ്.